എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. നമുക്കിതിൽ മാവ് കുഴച്ച് പരത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ട. നല്ല രുചിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഒരുപാട് നൈസ് ആക്കാതെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ചെറിയ പച്ചമുളകാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. സവാള ഒരുപാട് അങ്ങ് വഴഞ്ഞു പോകേണ്ടൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ഇതുപോലെ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതിൽ നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഫില്ലിങ്ങിൽ ഉപ്പ് കൂടിപ്പോവും. ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു പൊടികളുടെ എല്ലാം പച്ചച്ചൊവ മാറി വരുന്ന സമയത്ത് ഇതൊരു 400 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ ആണ്, എല്ലില്ലാത്ത ചിക്കന്. ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഈ ഒരു ചിക്കനും ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ബോൺലെസ് ചിക്കനും ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പം നമ്മുടെ ഇല്ലെങ്കിൽ നമ്മളൊരു സവാള വഴറ്റിയ സമയത്ത് ഒരു 3/4 ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീന് ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം ചെറുത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. ഗ്രീൻ ക്യാപ്സിക്കം മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. റെഡ് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്യാപ്സിക്കത്തിന് പകരം നമ്മൾ തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെള്ളമയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു പരിവായിട്ട് വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ഒരു ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബണ്ണാണ്. ഓരോ ബണ്ണും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ നടുക്കുന്ന 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ബണ്ണും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ബണ്ണിൻ്റെയും ഒരു നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസ് ബണ്ണും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പുറത്തും അകത്തുമായിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ഫില്ലിങ് 1 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മസാല നിറച്ച് ഓരോന്നും ഇങ്ങനെ അടുക്കടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു ഫില്ലിങ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ്.
ഈ ഒരു മൊസറല്ല ചീസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്ലൈസ് ആണെങ്കിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ അത് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ് കേട്ടോ. നമ്മൾ പിസ്സക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ഇല്ലേ, അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചീസൊക്കെ വെച്ച് കൊടുക്കാം. ബേക്കായിട്ട് വരുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചും ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചും ബേക്ക് ചെയ്യാം. ഞാനിത് 2 രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഓവനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയായി കിട്ടും. ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അതിനായിട്ട് ഇതുപോലെ അടികട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രം എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതും ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ ഒക്കെ സൈഡിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മൂടിയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലോ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ആവി കയറി വരും. ആ ഒരു ആവിയിൽ ആ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും. ഫ്ലെയിം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഓവനിൽ വെച്ചത് കറക്റ്റ് എനിക്കൊരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് അങ്ങ് എടുക്കാം. ഇതുണ്ടല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓവനിൽ വെക്കുന്ന അത്രയും മുകൾ ഭാഗം ഒരു ഡാർക്ക് കളർ ആവത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ നമുക്ക് ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ചായയുടെയൊക്കെ കൂടെ ഇതുപോലെ ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫില്ലിംഗ് എന്നല്ല കേട്ടോ, ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.